നമസ്കാരം എല്ലാവർക്കും Mech 96ന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുകൾ നമ്മളെങ്ങനെ സ്പിൻ മാത്രം അതായത് ഡ്രയർ മാത്രം എങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാമെന്നാണ്. ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ 2-3 തുണികളൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ ജസ്റ്റ് നനച്ചെടുത്തിട്ട് അത് എങ്ങനെ ഉണക്കാം. വാഷിംഗ് മെഷീൻ ഈ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ആ വാഷിംഗ് മെഷീനിൽ ഒരു തുണിയിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ആദ്യം വെള്ളം എടുക്കുന്നു, പിന്നെ അത് റിൻസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പുതിർത്തുന്നു, പിന്നെ അതിനെ വാഷ് ചെയ്യുന്നു, അതിനുശേഷം ആ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം ഉണക്കുന്നു. ഈ പ്രവൃത്തികളെല്ലാം ചെയ്തു കഴിയുമ്പോഴേക്കും ഏകദേശം 1 മണിക്കൂറോളം വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് സമയം ലാഭിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു തുണി ഉണക്കി മാത്രം എടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ വാഷിംഗ് മെഷീനിൽ ഡ്രയർ സിസ്റ്റം മാത്രം വർക്ക് ചെയ്യിപ്പിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ വാട്ടർ ലെവൽ ഒന്ന് കുറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്യണം. അഥവാ കുറഞ്ഞ തുണി ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാത്രം മതി. നമുക്ക് വാട്ടർ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ച് എങ്ങനെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കാം എന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ LG വാഷിംഗ് മെഷീനുകളിലും അതുപോലെ തന്നെ നമ്മുടെ സാംസങ് വാഷിംഗ് മെഷീനുകളിലും വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 2 വാഷിംഗ് മെഷീനുകളിലും ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും. ആദ്യം നമ്മൾ LG വാഷിംഗ് മെഷീനിലാണ് ഡ്രയർ മാത്രം എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ സ്പിൻ മാത്രം എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ സാംസങ്ങിൻ്റെ വാഷിംഗ് മെഷീനിൽ കാണിക്കും. അതിനുശേഷം നമ്മൾ വാട്ടർ ലെവൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കാണിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ അപ്ലോഡ് ചെയ്ത് വരുന്നത് AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ ഇവ എങ്ങനെ കേടായാൽ എങ്ങനെ ശരിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നമ്മൾ റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു LGയുടെ വാഷിംഗ് മെഷീനാണ്. ആദ്യമായി നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഡിസ്പ്ലേയിൽ ഇതുപോലെ F എന്നൊരു ഫംഗ്ഷൻ കാണിക്കും. F എന്ന് വെച്ചാൽ ഫുൾ ഫംഗ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫുസി എന്നുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് സ്പിന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പിൻ എന്നൊരു ബട്ടൺ ഇതിൽ കാണുന്നുണ്ട്. റിൻസിൻ്റെ അടുത്തായിട്ട് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, വാഷ്, റിൻസ്, അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ സ്പിൻ എന്ന ഫംഗ്ഷൻ പ്രസ് ചെയ്തു. സ്പിൻ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ഡിസ്പ്ലേയിൽ ഇതുപോലെ 10 എന്ന് തെളിഞ്ഞ് കാണാൻ സാധിക്കും. ഈ 10 എന്ന് കാണിക്കുന്നത് വാഷിംഗ് മെഷീൻ്റെ സ്പിൻ ഓപ്പറേഷൻ നടക്കാനുള്ള സമയമാണ്. ആദ്യം 10 എന്ന് കാണിച്ചതിന് ശേഷം പിന്നെ 7 എന്ന് ഇതുപോലെ കാണിക്കും. ഈ 10 എന്ന് കാണിച്ചിട്ട് 7 എന്ന് കാണിക്കുന്നത് 3 മിനിറ്റ് വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മിൻ്റെ അകത്തുള്ള നമ്മൾ വാഷ് ചെയ്ത വെള്ളമുണ്ടെങ്കിൽ പോകാനുള്ള സമയമാണ് കാണിച്ചത്. അപ്പോൾ ഇതിൽ വെള്ളമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് വാഷിംഗ് മെഷീൻ ഡിസ്പ്ലേയിൽ 7 മിനിറ്റിലേക്ക് വന്നു. പെട്ടെന്ന് തന്നെ സ്പിൻ ഓപ്പറേഷൻ സ്റ്റാർട്ടായി. അതാണിപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ LGയിൽ എങ്ങനെ സ്പിൻ മാത്രം വർക്ക് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇനി നമ്മൾ സാംസങ്ങിലെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മൾ സാംസങ്ങിൻ്റെ സ്പിൻ ഫംഗ്ഷൻ മാത്രം വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത മെഷീൻ. എല്ലാ സാംസങ്ങിൻ്റെ മെഷീനുകളിലും പൊതുവെ ഒരുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി സ്വിച്ച് ഓൺ ചെയ്യുക എന്നിട്ട് അതിനുശേഷം വാഷിംഗ് മെഷീൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്ത് ഓൺ ആക്കുക. സ്പിൻ എന്ന ഫംഗ്ഷൻ ഇട്ട് വർക്ക് ചെയ്യിപ്പിക്കുക. ഒന്നുകൂടി സ്ലോവിൽ കാണിക്കാം. ആദ്യം പവർ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ സ്പിൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ സാംസങ്ങിൽ ചെയ്യേണ്ടത്. എല്ലാ വാഷിംഗ് മെഷീനുകൾക്കും ഇതുപോലെ തന്നെ 3 ബട്ടൺ പ്രസ് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. പക്ഷേ ഈ കാര്യം ഡൗട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മൾ സാംസങ്ങിൻ്റെ ഈ ഇൻപുട്ട് കൊടുത്തപ്പോൾ വാഷിംഗ് മെഷീൻ കറങ്ങുന്നുണ്ടോയെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കിയേക്കാം. ഓക്കെ, സക്സസ് ഡൺ. സാംസങ്ങിൽ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വാട്ടർ ലെവൽ എങ്ങനെ സെറ്റ് ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരും. വാട്ടർ ലെവൽ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വാഷിംഗ് മെഷീൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്ത് ഓൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇതുപോലെ വാട്ടർ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അത് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ വാട്ടർ ലെവൽ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ 1-ലാണ് സെറ്റ് ചെയ്തത്. ഞാൻ ഒന്നുകൂടി അടുപ്പിച്ച് നിങ്ങളെ കാണിക്കാം. ആദ്യം നമ്മൾ വാഷിംഗ് മെഷീൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്ത് ഓൺ ചെയ്യുക. അതിനുശേഷം വാട്ടർ എന്ന് കാണുന്ന ബട്ടണാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അത് പ്രസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ലെവലിൽ വാട്ടർ ലെവൽ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ 1-ലാണ് സെറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ കുറച്ച് തുണിയൊക്കെ ഇട്ട് അലക്കുന്നവർ ഇതുപോലെ വാഷിംഗ് മെഷീനിൽ വാട്ടർ ലെവലെല്ലാം ലോയിൽ സെറ്റ് ചെയ്താൽ വാട്ടർ സേവ് ചെയ്യാം. ഫുള്ളി ഓട്ടോമാറ്റിക് ഉപയോഗിക്കുന്നവർക്കും ഉപയോഗിക്കാത്തവർക്കും എല്ലാവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൂടെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ ഇനിയും വരുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രോത്സാഹനം ആവശ്യമാണ്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.